ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖം വിചാരിക്കണം. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നനച്ചുള്ളിപ്പണിയുടെ വിശേഷങ്ങളും സ്റ്റിച്ചിങ്ങും നനച്ചുള്ളിപ്പണിയും നമ്മളെ ക്ലീനിങ്ങും അങ്ങനെ എല്ലാം കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കണേ. അങ്ങനെ ഇതാ നമ്മൾ സുബൈക്ക് എണീറ്റിട്ടുണ്ട്. പിന്നെ നിസ്കാരം ഓത്തും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് കിടന്ന് പിന്നെ ഇതാ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വന്ന പാടന്നെ ഇതാ കടലൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇതാ മറ്റൊരടുപ്പത്ത് നമുക്ക് കടല കറിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് തന്നെ ഒന്നും അടുക്കളയ്ക്ക് വന്നിട്ടില്ല. സമയം ഒരു 7:15 7:30 കഴിക്കണം കേട്ടോ. പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പം എന്താ വെച്ചാൽ തലേന്ന് നമുക്ക് കുറേ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിടന്നുറങ്ങാനൊക്കെ വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ കിടക്കുമ്പോൾ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് 1 മണിയൊക്കെ ആവട്ടെ കിടന്നുറങ്ങണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ സുബൈസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ വൈകിട്ടാണ് ഇട്ടത് അടുക്കളയൊക്കെ വന്നിട്ടുള്ളത്. 7:00 ആയിട്ടുണ്ട് പണിയൊക്കെ തുടങ്ങിയപ്പോൾ. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പൊടി വാട്ടാനുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വാട്ടാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇടയ്ക്ക് നിൽക്കണേ നമ്മൾ തലേന്ന് രാത്രി കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കാനായിട്ട് വെള്ളം വാരാനും വേണ്ടി ഇതൊക്കെയാണ്. ആ ഒരു അരി ബക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു മൂടിയിൽ ഇങ്ങനെ കമിഴ്ത്തി വെക്കലാണ്. അപ്പോൾ ആ വെള്ളം അങ്ങനെ വാർന്ന് പിന്നെ ആ ഒരു ബക്കറ്റിൽ തന്നെ ഇട്ട് കൊടുക്കലാണ്. അല്ലാഞ്ഞാൽ ആ ഒരു ബക്കറ്റിൽ അങ്ങനെ അടിയിൽ വെള്ളമായിട്ട് അങ്ങനെ കിടക്കൂട്ടോ. അപ്പോൾ ഒരു വൃത്തിക്കേട്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ ആ മൂടിയിൽ വെള്ളം ആവണത് അതാണ്, ആ സിങ്ക് ഒഴിച്ചു കൊടുത്താലും മതിയല്ലോ. അപ്പോൾ നമ്മൾ വർത്തത്തിൻ്റെ അടിയിൽ ഇതാ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഇതാ പൊടിയൊക്കെ ഇട്ട് ഒന്ന് വാട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാസ് പിന്നെ ഓഫാക്കാൻ നിന്നില്ല കേട്ടോ. ആ ഒരു അടുപ്പത്തേക്ക് ഇതാ ചോറിനുള്ള വെള്ളം അരിയും കൂടി കഴുകിയിട്ട് ഒരുമിച്ചിട്ട് ഇതാ അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുട്ടുക്കുള്ള തേങ്ങ ഒന്ന് ഇതൊക്കെയാണ് അടർത്തിയിട്ട് ഇതൊക്കെയാണ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ്. ഇപ്പോൾ തേങ്ങ ചിരക എന്ന് പറഞ്ഞ പരിപാടിയില്ല കേട്ടോ. ചിരക്ക ഞാനാണ്ട് സ്റ്റോർ റൂമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിങ്ങനെ പൂ പിടിച്ച് കണ്ട് ഇങ്ങനെ വർക്കേരിയയിൽ കിടക്കല്ല. അപ്പോൾ ഞാനതൊന്ന് കഴുകിക്കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം എളുപ്പ പരിപാടി ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഞാനിതൊക്കെയാണ് പുട്ടുപൊടി വാട്ടിക്കാണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് നോക്കുമ്പോൾ അത് പൊടിക്ക് വാട്ടിയ മാതിരി ആകെ കട്ട പിടിച്ചിട്ട്. അപ്പോൾ ഞാൻ പിന്നെ കൈ കൊണ്ട് ഉതിർത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ മിക്സിയിലിട്ട് കണ്ട് ജാറിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിട്ടാണ്. അതുകൊണ്ട് 5 പത്തിരിക്കുള്ള ഉരുളാക്കിയിട്ട് അത് പത്തിരിയാക്കി ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ട് കണ്ട് ക്രഷ് ചെയ്ത് എടുക്കലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നേരെ വൈകിട്ട് ധൃതിയിൽ പണി തീർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആയതുകൊണ്ട് തന്നെ വെള്ളം കുറച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. പൊടി വാട്ടിയപ്പോൾ നല്ല കറക്റ്റ് പിന്നെ വെള്ളം കുറഞ്ഞ് നല്ല രീതിയിൽ വാട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജാറിലിട്ട് കാണാൻ ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താൽ നല്ല ഉതിർന്ന് ഇങ്ങോട്ട് കിട്ടും കേട്ടോ പൊടി. ഇത് പണി കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേറെ ഒന്നിനും നിന്നില്ല. ആ ഒരു 5 പത്തിരിയാക്കിയും ചുട്ട് ബാക്കിയുള്ളത് പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടാക്കുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് വൃത്തിക്കൊക്കെ കിട്ടുന്നുണ്ട്. അല്ലാഞ്ഞാൽ മിക്സി ജാറിലിട്ട് കണ്ടാക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ പുട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഇവിടെ ആവി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെയാണ് ഞാൻ മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ മോൻ ഇതൊക്കെയാണ് കുളിക്കാൻ എണ്ണ ഇട്ട് തരുമെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ആൾക്ക് എണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആന അവിടെ നിങ്ങൾ പാളി നോക്കണത് ആൾ പേരിട്ടിട്ടില്ല, പിന്നെ കുഞ്ഞ് ട്രൗസർ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ക്യാമറയിൽ കാണുമെന്നും പറഞ്ഞിട്ടാണ് അവിടെ ഒളിച്ച് നിൽക്കുന്നത്. ഇനിയിപ്പോൾ മക്കളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സ്റ്റിച്ച് ചെയ്യാനുള്ള ചുരിദാറാണിട്ടത്. അപ്പോൾ അത് നല്ലോണം ചുളുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇസ്തിരി ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാഞ്ഞാൽ പിന്നെ അളവും കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് ഒരു പെർഫെക്റ്റ് ആയി കിട്ടൂല. അപ്പോൾ ഏതായാലും ഇസ്തിരിപ്പെട്ടി ഓണാക്കിയതല്ല. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് അയൺ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിലത്തെ ബാക്കിയുള്ള കുറച്ച് സ്റ്റിച്ചിങ് വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തലേന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ ഞാൻ അതൊന്ന് അയൺ ചെയ്തെടുത്താട്ടെ. അപ്പോൾ തലേന്ന് വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇട്ടാ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. ഇതിപ്പം 3 കൂട്ട് ചുരിദാറാണ് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ അതായത്
പിന്നെ അയൺ ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ അവിടെ അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത് കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്, എങ്ങനെ ആവും എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അത് ഏതായാലും അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മക്കൾ ഇതൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് മാറ്റി റെഡി ആയിട്ട് ഇതാ സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിതാ അകക്കുന്നുണ്ട് അടിച്ചു വാരി എടുക്കാൻ കേട്ടോ. അപ്പോൾ സിറ്റ് ഔട്ടിൽ കണ്ടില്ല, അവർ ചെരുപ്പിട്ട് കണ്ട് കയറിയതാണ്, നല്ല ചളിയാക്കി വെച്ചിട്ടുണ്ട്. അടിച്ചു വാരിയിട്ടും കൂടി പോകണില്ലെങ്കിൽ നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. പിന്നെ അതാ നമ്മൾ അകത്ത് വെച്ചിട്ടുള്ള നമ്മളെ ഇൻഡോർ പ്ലാന്റ് ആണ് ഇട്ടത്. അതപ്പോൾ അത് ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നും കേട്ട് 3-4 ദിവസം വെയിലൊക്കെ കൊള്ളാൻ വേണ്ടി ആ സിറ്റ് ഔട്ടിൻ്റെ അവിടെ കൊടുന്ന് വെക്കും കേട്ടോ. എന്നാൽ പിന്നെ ആ ഒരു ചെടി രണ്ടും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും, നല്ല ഫ്രഷോട് കൂടിയിട്ട് നിൽക്കും കേട്ടോ. മറ്റൊരു പിന്നെ ഇലക്കൊക്കെ ഒരു മഞ്ഞ കളർ ഒരു വാട്ടും ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചേരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മക്കൾക്ക് ഇത് സ്കൂൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സോയാബീനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മാറ്റലൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ്റെത് മോളവിടെ മാറ്റൽ തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ അവർ ചായ കൂടിയൊക്കെ ഇതിൻ്റെ ഇടയിൽ അവിടെ നടക്കുന്നുണ്ട്. സോയാബീൻ ഇതാ പാത്രത്തിലാക്കി കൊടുക്കുന്നുണ്ട്. ചോറ് സ്കൂളിൽ നിന്ന് കിട്ടും കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ ചോറ് കൊടുത്തയക്കലാണ്, സ്കൂളിൽ ചോറ് വലിയ ഇഷ്ടമല്ല. അപ്പോൾ സോയാബീൻ ആകുമ്പോൾ അവർ ചോറ് കഴിക്കൂട്ടാം. ഞാനിവിടെ ഉപ്പേരി ഒന്നും കൊടുത്തയക്കും. അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതാ ഞാൻ ചോറ് മാത്രം റെഡിയാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. ഉപ്പേരിയൊക്കെ പിന്നെ കറിയൊക്കെ തലേന്നത്തതുണ്ട്. അപ്പോൾ അതവിടെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മക്കളൊക്കെ സ്കൂൾക്ക് പോയി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ മുറ്റമൊക്കെ ബാക്ക് ഭാഗമൊക്കെ ഇതാ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ തേങ്ങടൽ ഉണ്ടായിരുന്നു. അപ്പോൾ തേങ്ങട്ട കച്ചറിനൊക്കെ അപ്പം തന്നെ അടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മക്കളുടെ പരിപാടി തേങ്ങ എണ്ണലായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണ കണക്കാണ് ആ ചുമരുമ്മൽ എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തതാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സിറ്റ് ഔട്ടത്തെ ഭാഗം അടിച്ചു വരാൻ വേണ്ടി വന്നിക്കാണ്ട് ബാക്ക് ഭാഗമൊക്കെ അടിച്ചു വരൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ മക്കൾ മീൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റലും വെക്കലും എല്ലാം കൂടെയൊക്കെ ആയിട്ടൊക്കെ നാശാക്കണം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ആ കുഞ്ഞ് തൊട്ടിപ്പാത്രത്തിലൊക്കെ മീനാക്കിയാൽ മീൻ ചാടിപ്പോലും. ഇപ്പോൾ സത്യം പറയണമെങ്കിൽ ഒറ്റ മീൻ കാണാമല്ലോ. ഇവർ ചങ്ങായിമാരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അതിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടി നല്ല ഉഷാറായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അതും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റലും ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ ആകെ വൃത്തികേടൊക്കെ ആവണുണ്ട്. അപ്പോൾ ഏതായാലും ഇതാ മുറ്റം 4 പുറം ഒന്ന് മെനക്കെട്ട് അടിച്ച് വാരി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതാ സമയം 11 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ അകത്തത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഒതുക്കിപ്പൊറുക്കലൊക്കെ കണ്ട് കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഞാൻ ഇന്നത്തെ ക്ലീനിങ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് നമ്മളെ പുറം ഭാഗം മാറാല തട്ടിയിട്ടില്ലായിരുന്നു, ഉൾഭാഗമാണ് ഇപ്പോൾ ഒന്നാകെ തട്ടിയിട്ടുള്ളത്, മേലത്തെ ഭാഗം കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ താഴത്തെ ഉൾഭാഗമൊന്നും പിന്നെ മാറാല തട്ടിയിട്ടില്ല, അതൊക്കെ ഒന്ന് തട്ടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഇതൊക്കെയാണ് പുറം ഭാഗം ഒന്ന് മാറാല തട്ടിയെടുക്കാൻ വിചാരിച്ച് വെയിലൊക്കെ വരുന്നതിൻ്റെ മുന്നേ. അപ്പോൾ ഇതിങ്ങനെ നാളെ എന്താ ചെയ്യുക അങ്ങനെ ആലോചിച്ചിരിക്കുക. മറ്റേ ഞാൻ ഈ ഒരു സെൻസൈഡിൻ്റെ മേലെ കയറിയിട്ട് മാറാല തട്ടണം. പക്ഷെ ഇപ്പം എനിക്ക് കയറാനുള്ള ധൈര്യമില്ല, ഈ തലചുറ്റലൊക്കെ എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനമില്ല കേട്ടോ കയറാൻ. ഇപ്പോൾ ഇപ്രാവശ്യം അവിടെ ക്ലീൻ ആക്കാൻ എൻ്റെ മക്കളാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ അവിടെ ഈ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു PVC പൈപ്പ്, ഇത് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ റബ്ബേ, ഇതിനെക്കാട്ടും നല്ലത് ആ ഒരു സെൻസൈഡിൻ്റെ മേലെ കയറിക്കാണ്ട് മാറാല തട്ടുന്നത് ഇനി നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് തട്ടുമ്പോൾ പൈപ്പ് ഇങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് തട്ടുമ്പോൾ അങ്ങോട്ട് ചാടും. എനിക്കറിയില്ല റബ്ബേ, ഞാനൊരു എന്താ പറയുക, എൻ്റെ പരിപ്പ് ഇളകിയിരിക്കണം. അതുകൊണ്ട് എന്നാലും വൃത്തിയായി കിട്ടിയിട്ടാ. 3/4 ഭാഗത്തോളമൊക്കെ കണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അത്രക്കും ഹൈറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എന്താ ചെയ്യുക എനിക്കാണെങ്കിൽ കണ്ടിട്ട് വേറെ ക്ലീൻ പരിപാടി ഒന്നും എടുക്കാൻ തോന്നണില്ല. അങ്ങനെയൊക്കെ പിന്നെ ആണെങ്കിൽ സെൻസറിന് കയറിയാലും അവിടെ എത്തും തോന്നില്ല. മാറാലക്കൊള്ളി പിന്നെ നീളം വെപ്പിക്കാൻ നോക്കുമ്പോൾ അത് ഭയങ്കര ടൈറ്റായിട്ട് അവിടെ കുടുങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കയറിയിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ അതാ നമ്മൾ മേലേക്ക് പോന്നിക്കുകയാണ് കേട്ടോ. പിന്നെ വീടിൻ്റെ ചുറ്റും മാറാലൊക്കെ ഒന്ന് തട്ടിയെടുത്തിട്ട് ഇതാ നമ്മൾ നേരെ മേലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റിച്ചിങ് മെഷീനൊക്കെ അവിടെ ഡൈനിങ് ഹാളിൽ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പം ഇപ്പോൾ പുറത്തത്തെ മാറാലൊക്കെയാണ് തട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ റൂമിൻ്റെ ഉള്ളിലത്തെ നമ്മുടെ താഴ്ഭാഗത്തെ ഉള്ളിലത്തെ ഭാഗങ്ങളൊന്നും മാറാല തട്ടിയില്ല കേട്ടോ. കാരണം മാറാലക്കുള്ളി ആകെ വൃത്തികേടായിക്കണ്. അപ്പോൾ അതുകൊണ്ട് മാറാല തട്ടിയാൽ അതിനുള്ള കറിയും കാര്യങ്ങളൊക്കെ ചുമരുമലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി അത് കഴുകിയിട്ടേ അവിടെ തട്ടാൻ പറ്റുള്ളൂ.
അപ്പോൾ അതുകൊണ്ട് ഉള്ളിൽ ഞാൻ പിന്നെ മാറാല തട്ടിയില്ല കേട്ടോ. പിന്നെ ഞാനിതാ തലേന്ന് ഞാൻ ഈ ജനാലിൻ്റെ കമ്പികളൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 റൂമത്തെ ജനാല കമ്പികൾ ഇങ്ങനെ മക്കളെ വായിപ്പിക്കണ ആ ഒരു സമയത്ത് രാത്രി ഇങ്ങനെ ഏതായാലും ഇങ്ങനെ അവിടെ ഇരിക്കല്ലേ വിചാരിച്ചപ്പോൾ ഞാൻ ജനാലിൻ്റെ കമ്പികളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് കേട്ടോ. ഈ കമ്പി തുടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചൊരാക്കുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതൊക്കെയാണ് പോർച്ചിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ജനാല എൻ്റെ പൊളി തുടച്ചെടുക്കാൻ വിചാരിച്ചത്. അല്ലഞ്ഞാൽ ഇപ്പോൾ ഇവിടേക്ക് വെയിൽ വരും. അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ വേഗം ഇവിടുത്തെ ക്ലീനിങ് ആണ്ട് കഴിച്ചാന്ന് വിചാരിച്ചിട്ടാ. പിന്നാണെങ്കിൽ പുറത്തത്തെ മാറാല തട്ടാതെ ഈ ജനാലപ്പൊളി തുറന്നിട്ടുണ്ടെങ്കിൽ ആ മാറാല മുഴുവനും ജനാൽമേൽ ഒട്ടിപ്പിടിക്കൂട്ടോ. കാരണം അത്രയും ഹൈറ്റിലായതുകൊണ്ട് ഇപ്പോൾ കുറേ വൈകിട്ടുണ്ട് മാറാല തട്ടാൻ വേണ്ടിയിട്ട്. അല്ലാഞ്ഞാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വൃത്തികേടാകുമ്പോൾ തട്ടലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം തട്ടാനേ നിന്നിട്ടില്ല കേട്ടോ. കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട്. നമ്മൾ താഴെയുള്ള എത്തുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ തട്ടലുണ്ട്. പക്ഷെ ആ ഒരു ഭാഗത്ത് നന്ന ഹൈറ്റിലുള്ള അവിടെ തട്ടലില്ല. അപ്പോൾ അതുകൊണ്ട് ജനാലൊക്കെ തുറക്കുമ്പോൾ നല്ലോണം അതുമേലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ആദ്യം അത് തട്ടിയിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. അപ്പോൾ ഇനി ജനാലപ്പൊളികളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും കൂടി മറന്നു പോകരുത്. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്നാണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെയിൽ ആവുന്നതിന് മുന്നായിട്ട് ഇതൊക്കെ ഞാൻ ജനാല തുടച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതാ വാഷിംഗ് മെഷീനിക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ള ക്ലീൻ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇതിവിടെ അവിടെ റെഡി ആയിക്കോളല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ തോരട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ട്രിപ്പായിട്ടുണ്ട് കേട്ടോ അലക്കാനായിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ നനച്ചുകൊടുപ്പണിയൊക്കെ എവിടെ വരെ എത്തി, കഴിഞ്ഞോ, തുടങ്ങിയോ എന്നൊക്കെ ഉള്ളത് കമൻ്റായിട്ട് അറിയിക്കിട്ടാം. എന്താണെന്ന് വെച്ചാൽ ചിലർ ബറാത്തിൻ്റെ മുന്നായിട്ട് തന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ബറാത്തിൻ്റെ മുന്നേ തീർക്കണ ആൾക്കാരുണ്ട്. ചിലർ ബറാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നനച്ചുകൊടുപ്പണി തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏത് ഗണത്തിൽ പെട്ടതെന്നുള്ളതൊന്ന് പറഞ്ഞു തരിട്ടാം. എനിക്കും ബറാത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നനച്ചുകൊടുപ്പണി തുടങ്ങാനാണ് കേട്ടോ താല്പര്യം. കാരണം അപ്പോൾ തുടങ്ങിയാലാണ് നമുക്ക് ഒക്കെ ഒന്ന് കണ്ടു കിട്ടുള്ളൂ കേട്ടോ. കാരണം പിന്നെയും 15 ദിവസം ബറാത്തിന് മുന്നേ തന്നെ തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും 15 ദിവസം ഉണ്ടല്ലോ. അപ്പോഴത്തേന് പിന്നെയും രണ്ടാമത് പൊടി എന്നൊക്കെ പാറൽ തുടങ്ങും. അപ്പോൾ ഏറ്റവും നല്ലത് നോമ്പിൻ്റെ ഒരു 2-3 ദിവസം മുന്നാണ്ട് നനച്ചുകൊടുപ്പണി തീർക്കണതായിരിക്കും കൂട്ടാം. എന്നാൽ പിന്നെ നമുക്ക് എടുത്ത പണി അവിടെ കാണും. അല്ലാഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുകൂടി എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്കും ഇഷ്ടം പിന്നെ ബറാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു 10 ദിവസത്തിനുള്ളിൽ പണികളൊക്കെ തീർക്കാനായിട്ട് ഇഷ്ടം. പക്ഷെ ഞാൻ നേരത്തെ തുടങ്ങാൻ കാരണം നമുക്ക് വീഡിയോ എടുക്കലും അത് അപ്ലോഡ് ചെയ്യലും എല്ലാം കൂടിയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരത്തെ തുടങ്ങിയാലാണ് കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇടാനും നമ്മൾ ക്ലീനിങ്ങും ഒക്കെ കറക്റ്റായിട്ട് പോവുള്ളൂ കേട്ടോ. ഒരു പ്ലാനിങ് ഇല്ലാഞ്ഞാൽ എന്തൊക്കെ പറയണത്, ഒരു പ്ലാനിങ് ഇല്ലാഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നീങ്ങൂല. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുള്ളത്. അല്ലാഞ്ഞാൽ ഞാൻ ബറാത്ത് കഴിഞ്ഞിട്ട് തുടങ്ങാൻ താല്പര്യമുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വീഡിയോ എടുക്കലും നമ്മളെ ക്ലീനിങ്ങും അതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ക്ലീനിങ്ങിനെക്കാട്ടിയും കുറച്ചും കൂടി പിന്നെ 1 മണിക്കൂർ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തുടങ്ങിയത്. എന്നാലും അൽഹംദുലില്ലാ നമ്മളെ പിന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ ഇപ്പോൾ ഏകദേശം കഴിയാനായി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ അടുത്തതായിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഫോണിലാണെങ്കിൽ സ്റ്റോറേജ് ഇല്ല. അതാണ് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. നമ്മൾ വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല ഇൻഷാ അള്ളാ. അപ്പോൾ ഇനി ഏതായാലും പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. നമുക്കിങ്ങനെ കമൻറ്റ് വരുന്നുണ്ട് ഡെയിലി വീഡിയോ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട്. വീഡിയോ ഇടാൻ നല്ല ആഗ്രഹമുണ്ട്. ചില ടൈമിൽ ഇങ്ങോട്ട് പറ്റില്ല. നമുക്ക് പറ്റിയാൽ തന്നെ അപ്പോൾ ഫോണിന് സ്റ്റോറേജ് ഇല്ലാത്ത പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ആയിട്ട് പിന്നെ സ്റ്റോറേജ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതൊക്കെ ഞാൻ സിറ്റ് ഔട്ടിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ കിളികളൊക്കെ വന്നിട്ട് ഇങ്ങനെ അപ്പിടും കേട്ടോ, വവ്വലൊക്കെ വന്നിട്ട്. അപ്പോൾ അവിടെ ഞാനിതൊക്കെ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ നമ്മൾ ജനലിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനലിൻ്റെ പിന്നെ ആ ഒരു പൊളി ഉണ്ടല്ലോ, അത് ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. എന്താ വെച്ചാൽ നമ്മൾ കൈയൊക്കെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് ഇട്ടിട്ട്
കുറച്ച് റിസ്ക്കിലാണ് കേട്ടോ പിന്നെ ക്ലീനിങ് ആ ഒരു ക്ലീനിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതേതായാലും നല്ലൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ കമ്പി മാത്രം തുടച്ചിട്ടിട്ട് പോന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ പുറത്തു കൂടി പോയി അത്ര ഹൈറ്റിലൊന്നും ക്ലീനിങ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഏതായാലും ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചുമരാണ് കേട്ടോ കാര്യമായിട്ട് ക്ലീനാക്കി എടുക്കുന്നത്. മക്കളെ ഈ ഒരു റൂമിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണില്ലെങ്കിലും നല്ലോണം പിന്നെ ഈങ്ങിയിട്ടുണ്ട് കേട്ടോ ചുമരൊക്കെ. എന്താ വെച്ചാൽ ഇവർ പെൻസില് കളറ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിന് മുന്നത്തെ കൊല്ലം ചുമര അങ്ങനെ പിന്നെ ക്ലീൻ ആക്കലില്ല. നമ്മൾ ഇവിടെ കൂടിയിരുന്ന ഉടനെ ഉണ്ടല്ലോ, കൂടിയിരുന്ന ഉടനെ എനിക്ക് ഇത് ക്ലീൻ ആക്കൽ തന്നെയാണ് പരിപാടി, ചുമര് നന്നാക്കുക. എന്താ വെച്ചാൽ ഇവരന്ന് ചെറിയ മക്കളായിരുന്നു. മോനക്ക് ഇവിടെ കൂടിയിരുന്ന ടൈമിൽ 1.5-2 വയസ്സാവണുള്ളൂ. മോക്കാണെങ്കിൽ 4 വയസ്സ് ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ നമ്മളിവിടെ കൂടിയിരുന്നത്. ഇപ്പോൾ കൂടിയിരുന്നിട്ട് 8 വർഷം, 9ാമത്തെ വർഷമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മേലൊന്നും നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചിട്ടില്ലല്ലോ, അടിച്ചിട്ടില്ല. അപ്പോൾ എന്നാലും അത് നോക്കുമ്പോൾ നമുക്കിവിടെ ചെളിയും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അപ്പം മക്കൾ ചെറുതായ ടൈമിലായിരുന്നു പിന്നെ ചുമരും കാര്യങ്ങളൊക്കെ നല്ലോണം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവർ വലുതായതിൻ്റെ ശേഷം ചുമരൊക്കെ തുടക്കൽ കുറവാണ് കേട്ടോ. മറ്റേത് നനച്ചുൽ പണിക്ക് നല്ല ഇടയ്ക്കിടയ്ക്ക് ചുമര് തുടക്കണം, അല്ലെങ്കിൽ പിന്നെ ചുമര് കാണാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം കുറവാണ്. അപ്പോൾ ഇപ്പോൾ 2 കൊല്ലമൊക്കെ ആയി ചുമരൊക്കെ ഒന്ന് മെനക്കെട്ട് ക്ലീൻ ആക്കിയിട്ടെന്ന്. അപ്പോൾ ഏതായാലും ഈ ഒരു നനച്ചുൽ പണിക്ക് ചുമരൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ ആയപ്പോൾ ഒരു ഇങ്ങിച്ചെടുക്കലൊക്കെ ഉണ്ട്. വലിയ കുട്ടികളൊക്കെ വലിയതായാലും കൈയും കാലും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ചളി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ആകെ റിസ്ക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ചുമര് പിന്നെ സർഫും പൊടിയൊക്കെ ഇട്ട് കഴുകുക എന്ന് പറഞ്ഞതാണ് കേട്ടോ. കുറച്ച് കയ്യിന് മെനക്കിട്ടിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ കാര്യമായിട്ടുള്ള പണി ജനലിൻ്റെ പൊളികൾ തുടക്കുക, ചുമര് തുടക്കുക, അങ്ങനത്തെ പണികളാണ് കേട്ടോ. അല്ലാത്ത പണികളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചെയ്തല്ലോ. അപ്പം മേലത്തെ ക്ലീനിങ് ഇപ്പോൾ ഇന്നത്തോടു കൂടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് നിലം നല്ലോണം ഒന്ന് തുടച്ചെടുക്കണം. ആദ്യം വെള്ളത്തോടു കൂടി ഒന്ന് തുടച്ചെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ അതൊക്കെയാണ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഒന്ന് ആ ഒരു മോപ്പിട്ട് വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുമ്പിട്ടിറങ്ങാണ്ട് തുണിയൊക്കെ വെച്ചിട്ട് തുടക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയും സ്ഥലം തുടക്കാമെന്ന് ആലോചിക്കുമ്പോൾ തീരെ ആലോചിക്കാൻ വയ്യ. അപ്പം ഞാൻ മോപ്പ് വെച്ചിട്ട് തന്നെ നല്ലോണം 2 പ്രാവശ്യമായിട്ടാണ്ട് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ ക്ലീനിങ് പരിപാടികളൊക്കെ ഇതാ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷം കാര്യങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അസ്സലാമു അലൈക്കും.